അദ്ധ്യായം 1. ബാദൂർ. ആഫ്രിക്കയിലെ ഈന്തപ്പനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അബസീനിയൻ ഗ്രാമം. മണൽപ്പരപ്പിൽ അങ്ങിങ്ങ് പച്ചവിരിച്ചു നിൽക്കുന്ന കുറ്റിക്കാടുകൾ. അവിടെ ആടുകൾ മേഞ്ഞു നടക്കുന്നു. കൂട്ടം തെറ്റി പച്ചിലകൾ കടിച്ചു മുറിച്ച് തിന്നുകയാണ് അവ. സൂര്യൻ ആ കുന്നിൻ മുകളിൽ നിന്ന് കത്തിയെരിയുന്നു. ഒരു മുൾച്ചെടിയുടെ തണൽ പറ്റി ഒരു കറുത്ത യുവാവ്. ബാദൂർ. കൊടും ചൂടിൽ തൊണ്ട വരണ്ടുണങ്ങുന്നു. തോൽസഞ്ചിയിൽ കരുതിയ വെള്ളം തീർന്നു. മുന്നിൽ അകിടു നിറയെ പാലുമായി തള്ളയാടുകൾ മേഞ്ഞു നടക്കുന്നു. കറന്നെടുത്താൽ വിശപ്പും ദാഹവും മാറ്റാം. മനസ്സു പറഞ്ഞു, കറന്നെടുത്തോളൂ ബാദൂർ, ഇപ്പോൾ തനിക്കു തന്നെയാണ് അവകാശം. ബാദൂർ ചിന്തിച്ചു, ഞാൻ ഇടയനാണ്, ഇടയൻ മാത്രം, ഉടമയല്ല. ദാവൂദ് നബിയുടെ ഉപദേശം പെട്ടെന്ന് ഓർമ്മ വന്നു. നിങ്ങൾ അർഹതപ്പെട്ടത് ഭക്ഷിക്കുകയും കഴിക്കുകയും ചെയ്യുക. ഈ ബാദൂറിനെ അർഹിക്കാത്തതൊന്നും ആവശ്യമില്ല. തൻ്റെ തോൽസഞ്ചിയുമെടുത്ത് അയാൾ കുന്നിറങ്ങി. കുന്നിൻ ചെരുവിലുള്ള അരുവിയിലേക്ക് നടന്നു. കുണുങ്ങിയൊഴുകുന്ന തെളിനീർ. വെള്ളം നിറച്ച് ബാദൂർ കുന്നുകയറി. കുടിച്ച് ദാഹം തീർത്തു. അപ്പോഴാണ് കണ്ണിലുടക്കിയത്. കാണാൻ ചന്തമുള്ള ഒരു പെണ്ണ്, കാരിക്കറുപ്പുള്ള സുന്ദരി. ബാദൂർ പിന്നെ അവളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു നടന്നു. അന്നു തന്നെ ഒരു പെണ്ണ് കാണാൻ പോയി. ചെറ്റക്കുടിലുകളിൽ മാറി മാറി കയറി. പുറന്തിണ്ണയിൽ വിരിച്ചിട്ട ഈന്തപ്പനത്തടുക്കിൽ ചമ്രം പടിഞ്ഞിരുന്ന് ബാദൂർ പെണ്ണ് കണ്ടു. കണ്ട പെൺകുട്ടികളോടൊക്കെ ബാദൂർ ചോദിച്ചു, നിനക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? വെളിവില്ലാത്തവന്റെ വെങ്കിളി ചോദ്യം എന്ന് പെൺകുട്ടികൾക്ക് തോന്നിയുള്ളൂ. എന്തുത്തരം പറയും? നാണം കെട്ട ചോദ്യം. കുട്ടിത്തം മാറാത്ത വെഡ്ഡി. പെൺകുട്ടികൾ മുഖം വീർപ്പിച്ചു നാവനക്കാതെ തിരിച്ചു നടന്നു. ഒട്ടും നിരാശനാകാതെ ബാദൂർ തിരികെ നടന്നു. കൂട്ടത്തിൽ ഒരു പെൺകുട്ടി മുഖം വീർപ്പിക്കാതെ നാവനക്കാതെ മുന്നിൽ തന്നെ നിന്നു. നിനക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? എൻ്റെ റബ്ബിനെ. എനിക്ക് നിന്നെ ഇഷ്ടമായി. ബാദൂറിന്റെ മറുപടി. എനിക്കിവളെ വിവാഹം ചെയ്തു തരുമോ? ബാദൂർ അവളുടെ രക്ഷിതാവിനോട് തിരക്കി. തരാമല്ലോ, നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പിന്നെ എനിക്കെന്താ വിമ്മിട്ടം. അങ്ങനെ ആ വിവാഹം നടന്നു. ഈത്തപ്പനയോലകൾ കുത്തിമറച്ച ചെറ്റക്കുടിൽ, വെള്ളവിരിയും മലർച്ചാർത്തുമില്ലാത്ത മണിയറ. മണിയറയിലെ പരുക്കൻ പായയിൽ ഇരുന്നു കൊണ്ട് അവൾ ചോദിച്ചു, നിങ്ങളെന്താ ആ ചോദ്യം തന്നെ ചോദിച്ചേ? സ്രഷ്ടാവിന് ഇഷ്ടമുണ്ടോ എന്നറിയാൻ തന്നെ. ഇല്ലെങ്കിൽ എന്താ? ഇല്ലെങ്കിൽ അവൾ എന്നെയും ഇഷ്ടപ്പെടില്ല. വിശപ്പേറിയാൽ നാം റബ്ബിനെ മറന്നുപോവില്ലേ? ജീവൻ നിലനിർത്തുവാൻ വേണ്ടി വെപ്രാളം കാട്ടുകയല്ലേ ഉള്ളൂ. അപ്പോൾ എന്റെ റബ്ബ് എനിക്ക് തരുന്നത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നോനാ. ഒന്നും തന്നില്ലെങ്കിലും തൃപ്തിയാ. പട്ടിണിയുടെ കൂട്ടുകാരനാ ഞാൻ. എന്നെ ഇഷ്ടപ്പെടുമോ നീ? ഇനിയിപ്പോ ഞാനും നിങ്ങളും രണ്ടല്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടം തന്നെയാ എന്റെയും ഇഷ്ടം. നമ്മെ ഒന്നാക്കിയവനല്ലേ റബ്ബ്. നന്നാക്കാനാണെങ്കിലും അള്ളാഹുവിനെ കൊണ്ടാവൂല്ലോ. എന്തു നന്നാവാനാ നിനക്ക് കൊതി? ചിലർക്കു നന്നാവേണ്ടത് ശരീരമാ, ചിലർക്ക് സൗന്ദര്യം, അതിനൊക്കെ പണം വേണം. ചിലർ മാത്രം ഹൃദയം നന്നാവാൻ കൊതിക്കുന്നു. നിനക്കെന്താ വേണ്ടത്? ഹൃദയം നന്നായാൽ മതി. റബ്ബ് എപ്പോഴും ഹൃദയത്തിലേക്കാണ് നോക്കുക. മതി പ്രിയേ, പണത്തിന് ഒന്നിനെയും നന്നാക്കാനാവില്ല. പണം പ്രപഞ്ചത്തിന്റെ ചീള. പിശാച് പ്രാപഞ്ചിക മോഹം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ധനം എനിക്ക് ഇത്രയും മതിയെന്ന് പറഞ്ഞ് ഒരാളും പെട്ടി അടച്ചിട്ടില്ല. പണം പിശാച് എറിഞ്ഞു കൊടുക്കുന്ന കളിപ്പാട്ടമാണ്. നാം അത് കയ്യിലിട്ട് കുലുക്കി രസിച്ചു കൊണ്ടേയിരിക്കും. പിശാചിന് അത്രയേ ലക്ഷ്യമുള്ളൂ. ആ രസത്തിൽ അള്ളാഹുവിനെ പാടെ മറക്കുകയും ചെയ്യും. എന്തൊക്കെ ആയാലും വിശപ്പേറിയാൽ നാം റബ്ബിനെ മറന്നുപോവില്ലേ? വിശപ്പ് റബ്ബിനെ ഓർക്കാനുള്ള തുറസായ വാതിലാണ്. ഭക്ഷണം ജീവൻ നിലനിർത്താൻ റബ്ബ് നൽകുന്ന ഉപാധിയല്ലേ. അത് വാരി വലിച്ചു തിന്ന് വയറു നിറക്കാനുള്ളതല്ല. വയറൊരിക്കലും നിറയാത്ത പാത്രമാണ്. നിറഞ്ഞെന്ന് തോന്നിയാലും അതുടനെ കാലിയാവില്ലേ?
അതു നിറക്കാൻ മെനക്കെട്ടാൽ അതു തന്നെയായിരിക്കും പിന്നെ പണി. ആയുസ് മുഴുവൻ വൃഥാ കളയേണ്ടി വരും. ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം തന്നുകൊള്ളാമെന്ന് റബ്ബ് കരാർ ചെയ്തിട്ടുണ്ട്. അവനത് നൽകുകയും ചെയ്യും. അതുപോലെ നമുക്ക് മതി. എന്നാ റബ്ബ് പറഞ്ഞ കാര്യം നാമും മറന്നുകൂടാ. മറന്നാൽ നമ്മുടെ കാര്യം അവനും മറന്നു കളയും. എന്താണത്? എന്നെ ആരാധിക്കാനല്ലാതെ ജിന്നുകളെയോ മനുഷ്യരെയോ ഞാൻ സൃഷ്ടിച്ചില്ല എന്ന കാര്യം. അതിനർത്ഥം അവന്റെ ആജ്ഞകൾ അക്ഷരം പ്രതി അനുസരിക്കണം എന്നു തന്നെ. അപ്പോൾ തൗറാത്ത് നാം അക്ഷരം പ്രതി അനുസരിച്ചല്ലേ പറ്റൂ? ഭാര്യ ചോദിച്ചു. ഉവ്, റബ്ബുണ്ടെന്നതിന്റെ തെളിവും അവൻ നൽകുന്ന കൽപ്പനകളും ദൃഷ്ടാന്തങ്ങളുമാണല്ലോ അതിലുള്ളത്. ധിക്കരിച്ചാൽ കഠിനമായ ശിക്ഷ കിട്ടുമെന്ന താക്കീതുമുണ്ടതിൽ. ധിക്കരിച്ചവർക്ക് ശിക്ഷ കിട്ടിയതിന് ഭൂമിയിൽ വല്ല തെളിവുമുണ്ടോ? ഉണ്ട്. ധിക്കാരികളും നിഷേധികളുമായ ഇസ്രായേലികളെ മരുഭൂമിയിലൂടെ തെക്ക് വടക്ക് നടത്തിച്ചില്ലേ റബ്ബ്? രാവിലെ ഈജിപ്തിലേക്ക് തിരിക്കും. സന്ധ്യക്ക് തുടങ്ങിയിടത്തു തന്നെ മടങ്ങിയെത്തുകയും ചെയ്യും. തൗറാത്തിനെയും മൂസാ നബിയെയും ധിക്കരിച്ചതിന്റെ ശിക്ഷ. നാം റബ്ബിന്റെ അടിമകളാണല്ലോ, നമുക്ക് അങ്ങനെ തന്നെ ജീവിക്കാം. എങ്കിൽ നാം വിജയിച്ചു പ്രിയേ. മറിച്ചായാലും എത്ര നാളെന്ന് വെച്ചാ? റബ്ബ് മടക്കി വിളിച്ചാൽ പോകാതെ പറ്റില്ലല്ലോ. മനസ്സൊരുമിച്ചാൽ മരുഭൂമിയും മലർവാടിയാവും. ബഹാദൂർ സന്തോഷത്തിലാണിപ്പോൾ. തൻ്റെ നല്ല പകുതിയാണ് ഭാര്യ. ഇല്ലായ്മയിൽ വല്ലായ്മ ഇല്ലാത്തവൾ. കൊതിച്ചതു തന്നെ വിധിക്കുകയും ചെയ്തു. മനസ്സിൽ വസന്തത്തിന്റെ മനോഹര പൂക്കൾ. ആ സുഗന്ധവനിയിൽ മോഹങ്ങൾ വർണ്ണത്തുമ്പികളായി പാറി നടന്നു. ആ ദിവസം വന്നു. അവർ കാത്തിരുന്ന ദിവസം. അള്ളാഹുവിന്റെ ഔദാര്യം കനിഞ്ഞിറങ്ങുകയായിരുന്നു അന്ന്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് പാത്രമാവാൻ ഒരു സൃഷ്ടി കൂടി ഭൂമിയിൽ പിറന്നു വീണു. ഭൂമിയുടെ ഗന്ധമേറ്റ് കുഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഇവിടെയുള്ളതൊന്നും തനിക്ക് വേണ്ടെന്നാണോ? അതോ കിട്ടാവുന്നതൊക്കെ വാരിക്കൂട്ടുമെന്നോ? ബഹാദൂർ ഓടിച്ചെന്ന് തന്റെ പൊന്നോമനയെ നോക്കി. ആൺകുഞ്ഞ്. പൊക്കിൽ കൊടി മുറിച്ച് ബഹാദൂർ പൊന്നോമനയെ പൊക്കിയെടുത്തു. കൈകളിൽ ഉയർത്തിപ്പിടിച്ച് ഉറക്കെ പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അക്ബർ. അവൻ കൺ തുറന്ന് ബാപ്പയെ നോക്കി. എന്നിട്ട് ചുറ്റും നോക്കി. ആദം നബി ആദ്യമായി ഭൂമിയെ കാണുന്നത് പോലെ. ദുഃഖത്തോടെ അവൻ വീണ്ടും കരഞ്ഞു. ബഹാദൂർ തന്റെ മകനെ നോക്കി ഉറക്കെ വിളിച്ചു, ലുക്മാൻ. ഈറ്റുനോവിന്റെ നീറ്റലറിയാതെ ആ മാതാവിന്റെ ഹൃദയം തുടിച്ചു. സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും മിടിപ്പ്. ആനന്ദ നിർവൃതിയോടെ ആ ഉമ്മയും വിളിച്ചു, ലുക്മാൻ.